നമുക്കിനി illustration 17 നോക്കാം. Sri Mehta of Bombay consigns 1,000 cases of goods consisting 100 each to Sri Sundaram of Madras. Sri Mehta pays the following expenses in connection with consignment: carriage 1,000, freight 3,000, loading charges 1,000. Sri Sundaram sells 700 cases at rupees 140 per case and incurs the following expenses: clearing charges 850, warehousing and storage 1,700, packing and selling expenses 600. It is found that 50 cases have been lost in transit and 100 cases are still in transit. Sri Sundaram is entitled to a commission of 10% on gross sales. Draw up the consignee's account and consignment account and Sundaram's account in the books of Sri Mehta. നമുക്ക് ഫസ്റ്റ് തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 1,000 cases at rupees 100 each. 1,000 into 100, it is 1 lakh. And expenses: carriage, freight, loading, etc. എല്ലാം കൂടെ 5,000 rupees വരും. അത് കൺസൈനറുടെ എക്സ്പെൻസസ് ആണ്. ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുക. കൺസൈനയുടെ എക്സ്പെൻസസ് നമ്മൾ എഴുതണം. 1,700, 850 plus 600, total 3,150. Then consignee's commission. Commission is 10% on gross sales. Here it is gross sales 700 cases into 140. It is 98,000. 98,000 into 10% is 9,800. Next, 50 cases have been lost in transit. ട്രാൻസിറ്റ് സമയത്ത് 50 കേസ് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 50 കേസിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കണം. 50 എണ്ണത്തിന് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ഈച്ചാണ്. അപ്പം എത്ര വരും? 50 into 100, it is 5,000. നമ്മൾ അത് ഒരു കോസ്റ്റ്, ഓരോ കേസിൻ്റെ കോസ്റ്റാണ് 100 rupees. എൻ്റെ കൂടെ നമുക്ക് എക്സ്പെൻസസും കൂടെ നമ്മൾ എടുക്കാനായിട്ടുണ്ട്. നമുക്കറിയാം ഇയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 5,000 രൂപയാണ്. കൺസൈനറുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5,000 rupees ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുന്ദരത്തിൻ്റെ 850 rupees ഉണ്ട്. കാരണം ക്ലിയറിംഗ് ചാർജസ് പറഞ്ഞിരിക്കുന്നത് 850 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺസൈനറുടെ എക്സ്പെൻസ് 5,000 ആണ്. ആ 5,000 എന്ന് പറയുന്നത് 1,000 കേസസിൻ്റെയാണ് 5,000 rupees. അപ്പോൾ ഒരു കേസിന് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 1,000 കേസിൻ്റെ ടോട്ടൽ എക്സ്പെൻസാണ് 5,000 കൺസൈനറുടെ എക്സ്പെൻസ്. അപ്പോൾ ഒരു കേസിന് എത്ര രൂപയായിരിക്കും? 5,000 divided by 1,000, it is 5 rupees ആണല്ലോ. അതുകൂടാതെ ഒരു കേസിൻ്റെ കോസ്റ്റ് എത്രയാണ്? 100 ആണ്. 100 plus 505. ഓക്കെ, അതൊന്ന്. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, അതാണ് ലോസ് ഇൻ ട്രാൻസിറ്റിൻ്റെ കേസിലെടുക്കാനുള്ള റേറ്റ്. ലോസ് ഇൻ ട്രാൻസിറ്റ്, കാരണം അത്രയും ട്രാൻസിറ്റിൻ്റെ സമയത്തുണ്ടായ എക്സ്പെൻസാണ്. അവിടം വരെയുമേ ഉള്ളൂ ആർക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു സാധനം കൺസൈനറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള കോസ്റ്റ് എടുക്കാനാണ് ലോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ട്രാൻസിറ്റിൻ്റെ സമയത്താണ് കേസ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനുള്ള ക്ലിയറിംഗ് ചാർജസിൻ്റെ ഇയാൾക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? കൺസൈനിയുടെ ക്ലിയറിംഗ് ചാർജസ് ലോസിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട കാര്യം ഇല്ല. ട്രാൻസിറ്റിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് അതുവരെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 5,000 പിന്നെ അതിൻ്റെ ആ സാധനത്തിൻ്റെ കോസ്റ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ 105 റുപ്പീസാണ് ഒരു കേസിൻ്റെ വില വരുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് ഇൻ ട്രാൻസിറ്റ് 50 കേസസ് അറ്റ് 105 ഈച്ച്. എങ്ങനെയാണ് 105 ഈച്ച് വന്നത് മനസ്സിലായോ? ഒരു കേസിൻ്റെ വില 100 രൂപ. അതുകൂടാതെ ട്രാൻസിറ്റ് വരെ ആ കേസെല്ലാം നഷ്ടപ്പെട്ടത് ട്രാൻസിറ്റിൻ്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ ട്രാൻസിറ്റ് ആ ഒരു സമയം വരെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് കൺസൈനറുടെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അതെത്രയാണ്? ടോട്ടൽ 5,000. അതായത് 1000 കേസിൻ്റെയാണ് 5,000. ഒരു കേസിന് എത്രയായിരിക്കും അന്നേരം വരുന്നത്? 5,000 to 5,005 റുപ്പീസ്. അപ്പോൾ ഒരു കേസിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100 + 5 105. അതാണ് ലോസ് ഇൻ ട്രാൻസിറ്റ് 105 വന്നത്. ഇനി സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ്. സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് എടുക്കുമ്പോൾ ആയിരം കേസായിരുന്നു. അതിൽ 50 ട്രാൻസിറ്റിൻ്റെ സമയത്ത് പോയി, 50 സ്റ്റിൽ ഇൻ ട്രാൻസിറ്റ്. അപ്പം ആ കൺസൈനിയുടെ കയ്യിൽ എത്ര കിട്ടി? 1000 മൈനസ് ലോസ് പോയി, സ്റ്റിൽ ഇൻ ട്രാൻസിറ്റ് എത്രയുണ്ട്? എല്ലാം കൂടെ കഴിയുമ്പം 850 ആയിരുന്നു അയാളുടെ കയ്യിൽ കിട്ടിയ കേസ്. 850 കേസ് കിട്ടിയതിൽ എത്രയാണ് സെയിൽ നടത്തിയത്? 700 ആണ് സെയിൽ നടത്തിയത്. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 150 ഇൻ സ്റ്റോക്ക്. 150 ഇൻ സ്റ്റോക്ക്. ആ 150 നമ്മൾ മുമ്പേ കണ്ടത് എവിടം വരെയുള്ള കോസ്റ്റ് എടുത്തത്? കൺസൈനിയുടെ വരെയുള്ള കോസ്റ്റാണ് എടുത്തത്. ഈ കൺസൈനറുടെ വരെയുള്ള എക്സ്പെൻസ് നമ്മൾ എടുത്തുള്ളൂ. കൺസൈനിയുടെ എക്സ്പെൻസും കൂടെ നമ്മൾ എടുക്കണം. കൺസൈനിയുടെ എക്സ്പെൻസ് ക്ലിയറിംഗ് ചാർജസ് എടുത്താൽ മതി. വെയർഹൗസിങ്, സ്റ്റോറേജും പാക്കിംഗ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് 850 ആണ് ടോട്ടൽ കോസ്റ്റ്. അയാളുടെ കൈവശം എത്ര കിട്ടി? 850 ആണ് കിട്ടിയത്. അപ്പോൾ ഒരു കേസിൻ്റെ വില എത്രയായിരിക്കും? 850 ആണ് അയാളുടെ കോസ്റ്റ്. അയാളുടെ കൈവശം എത്ര കിട്ടി? 850 കേസസ് കിട്ടിയായിരുന്നു. അപ്പോൾ എത്ര കിട്ടും? ഒരു കേസിൻ്റെ വില എത്രയാണ്? 1 per കേസ്. 1 per കേസ്. അപ്പം 105 അതിൻ്റെ കൂടെ ഈ ക്ലിയറിംഗ് ചാർജസിൻ്റെ 1 രൂപയും കൂടെ കയറി കഴിയുമ്പോൾ എത്ര കിട്ടും? 105 ആയിരുന്നു ഈ കൺസൈനറുടെ വരെയുള്ള എക്സ്പെൻസ് എടുത്ത്. അപ്പോൾ കൺസൈനിയുടെ കൂടെ എടുത്തു കഴിഞ്ഞപ്പം എത്ര വരും? +1, ഇറ്റ് ഈസ് 106. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡിന് 150 × 106 റേറ്റിൽ കോസ്റ്റ് ചെയ്തതും ഇൻ ട്രാൻസിറ്റ്, അതായത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുവരെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് കൺസൈനറുടെ കോസ്റ്റ് വരെ എടുക്കാൻ പറ്റുള്ളൂ. അതെത്രയാ? 105. കൺസൈനറുടെ കോസ്റ്റ് അതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല, 1 രൂപ എടുത്തിട്ടില്ല. അപ്പം അതെത്രയുണ്ട്? 100 കേസസ് ആർ സ്റ്റിൽ ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ 100 × 105 ഇറ്റ് ഈസ് 10,500.